ഇതിനിടെ ധർമ്മസ്ഥലയിൽ നേരിട്ട ദുരനുഭവം വിവരിക്കുകയാണ് മലയാളി കുടുംബം. കാസർഗോഡ് നിന്ന് കുടുംബവുമായി എത്തിയപ്പോൾ പുലർച്ചെ 2 മണിക്ക് ഹോട്ടൽ മുറിയുടെ വാതിൽ ബലമായി തുറക്കാൻ ശ്രമം ഉണ്ടായി എന്നാണ് നാട്ടിക്കൽ സ്വദേശി ശ്രീനിവാസൻ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. ഭാര്യയുടെയും സഹോദരിയുടെയും സ്വർണ്ണാഭരണം കവരാനുള്ള ശ്രമം എന്നാണ് അന്ന് കരുതിയത്. എന്നാൽ ഇപ്പോൾ ഈ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും വാർത്തകളുമൊക്കെ കാണുമ്പോൾ മോഷണ ശ്രമം മാത്രമായി കരുതാനാകില്ല എന്നാണ് ശ്രീനിവാസൻ ന്യൂസ് 18നോട് പറയുന്നത്. ധർമ്മസ്ഥലയിൽ ഇത്തരത്തിൽ നേരത്തെ ഒരു ദുരനുഭവം നേരിട്ട ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുകയാണ്. മലയാളിയാണ്. കാസർഗോഡ് നാട്ടക്കൽ സ്വദേശിയായ ശ്രീനിവാസനാണ് ചേരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും, അതായത് ഭാര്യയും ഭാര്യയുടെ അനുജത്തിയും ഈ ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവം, അവിടെ ഇത്തരത്തിൽ സിനിമ സംഭവം നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ന്യൂസ് 18നോടൊപ്പം. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ധർമ്മസ്ഥലയിൽ എത്തിയപ്പോൾ സംഭവിച്ചത്? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ തോന്നിട്ട് അമ്പലത്തിൻ്റെ ലോഡ്ജിൻ്റെ പേര് ഓർക്കുന്നില്ല, സാക്കേതാന്ന് തോന്നുന്നു. അവിടെ ഇത് റൂം എടുത്തിട്ട് രാത്രി നിന്നിട്ട് കിടന്നുറങ്ങിയ സമയത്ത് രാത്രി ഏതാണ്ട് ഒരു 2 മണി നേരത്ത് ഞങ്ങൾ നല്ല ഉറക്കത്തിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് ഇത് പുറത്തുനിന്ന് ആ വാതിൽ എങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ടോയെന്ന് അറിയില്ല. ആ സമയത്ത് സെറ്റാക്കിയിട്ടുള്ളത് ഡോറിൻ്റെ മേൽവശത്തായിട്ട് ഒരു വെന്റിലേറ്റർ പോലുള്ള സാധനം. അപ്പോൾ ഡോറിന് ചവിട്ടി കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നമ്മൾ ലോക്ക് ചെയ്തിട്ടുള്ള കതവിനെ തുറക്കാൻ പറ്റുന്ന സംവിധാനമാണ്. അത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ ആ സംവിധാനത്തിൽ പുറത്തുനിന്ന് ആരോ ഒരു വ്യക്തി അടിക്കുന്ന ചൂല് പോലത്തെ സാധനം കൊണ്ട് ഇതിനെ തട്ടി തെറിപ്പിച്ചിട്ട് ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമമാണ് നടക്കുന്ന. ഈ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഉണർന്നിട്ട് നോക്കുമ്പോൾ ഒരു കൈ മാത്രം ഉള്ളിലോട്ട് ഈ വെന്റിലേറ്ററിൻ്റെ മുകളിൽ കൂടിയിട്ട് വന്നിട്ട് ഈ കതവിനെ തച്ച് തെറിപ്പിക്കുന്ന ഒരു ശ്രമം എനിക്ക് കാണുന്നു. ഇങ്ങനെ ഉറക്കം കണ്ണിൽ ഉണർന്നിട്ട് നോക്കുമ്പോൾ അപ്പോൾ ഞാൻ പെട്ടെന്ന് അലർട്ടായി. ആരടാന്ന് അത്രയേ ചോദിച്ചിട്ടുള്ളൂ. ആരടാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കൈ പുറത്തോട്ട് പോയി സ്റ്റോപ്പായി. ആൾക്കാർ ഓടുന്ന സൗണ്ട് കേട്ടു. അങ്ങനെ ഓടുന്ന സൗണ്ട് കേട്ടിട്ടാകുമ്പോൾ കുറേ ഇങ്ങനെ ഈ ഞെട്ടലിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഞാൻ പുറത്ത് വാതിലെടുത്ത് നോക്കുമ്പോൾ ആളില്ല ആരും. പക്ഷേ ഞാൻ അപ്പോൾ ഞങ്ങളെ കയ്യിലുള്ള എൻ്റെ ഒന്നിച്ച് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ അവിടെ റൂം എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അന്ന് ചിന്തിച്ചത് ചിലപ്പോൾ സ്വർണമോ പണമോ തട്ടിയെടുക്കാനുള്ള ശ്രമമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോഴത്തെ ആടെ നടക്കുന്ന അവസ്ഥ വെച്ചിട്ട് ഇതിനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഒന്നുമല്ല. എൻ്റെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടായതുകൊണ്ട് ഈ ഉറക്കം സമയത്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അറിയാതെ അവർ വിചാരിച്ച് ടാർഗറ്റിന് ഒന്നുമില്ലാതെ പൊക്കുന്നതോ ആളില്ലാതെ എന്തായിന്ന് അറിയാതെ പോലത്തെ അവസ്ഥയെ ഉണ്ടാക്കാനായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇങ്ങനത്തെ ഒരു ദുരനുഭവം അന്ന് എനിക്ക് ആടെ പോയിട്ട് റൂമാക്കിയിട്ട് നിന്നപ്പോൾ നടന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഇതിലും വളരെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടതെന്ന് പറയേണ്ടി വരും. എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകം പറഞ്ഞത്? കൂടെ എൻ്റെ കുഞ്ഞ്, ഭാര്യയുടെ അനിയത്തി ഉണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം മാത്രം നിന്നത്. അന്ന് രാത്രിയാണ് ഇത് സംഭവിച്ചത്. രാത്രി ഏതാണ്ട് 2 മണി നേരത്ത്. എങ്ങനെയായിരുന്നു നിങ്ങൾ യാത്ര ചെയ്തത്? ബസ്സിലാണോ പോയത്, അല്ല വാഹനം എടുത്താണോ? യാത്ര ചെയ്തത് ബസ്സിലാണ്. ഇത് എത്ര മണിക്കാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത്? ഏതാണ്ട് 2 മണിക്ക് രാത്രി. നിങ്ങൾ അത് ആ സമയത്ത് ഉണർന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതില്ലെങ്കിൽ എന്തായിരുന്നു ഇപ്പോൾ മനസ്സിലാവുന്നത്? എന്തൊക്കെയോ സംഭവിച്ചേന്. അങ്ങനെ ഈ തട്ടിക്കൊണ്ടുപോവുക, അതായത് പ്രായപൂർത്തിയാത്ത ആൾക്കാരെ പെൺകുട്ടികൾ ടാർഗറ്റ് ചെയ്ത് വരുന്ന സംഘങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുണ്ട്. ഇവരുടെ ഭാര്യ, അതുപോലെ തന്നെ ഭാര്യയുടെ അനുജത്തി, ഇവരാണ് ഇത്തരത്തിൽ ഇവിടെ പോയിരുന്നത്. ആ സമയത്താണ് ഇങ്ങനെയൊരു സംഘം ഇവിടെ എത്തുന്നതും വാതിൽ തട്ടുന്നതും. അത് നേരത്തെ പല ആളുകളും ഇത്തരത്തിൽ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അനുഭവസ്ഥനായ ഒരാൾ തന്നെ ഇപ്പോൾ ന്യൂസ് 18 മുന്നിൽ വന്ന് ആ കാര്യങ്ങൾ വിവരിക്കുന്നു. അവർക്ക് ഇപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായത്. ഒരു പക്ഷേ ഈ ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരുപാട് ആളുകളെ ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക ഈ രീതിയിലായിരിക്കും. അതിനൊരു പ്രത്യേക സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘങ്ങളെത്തി ഇതുപോലെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വനത്തിനും മറ്റും കൊണ്ടുപോയി ഇത്തരം സംഭവങ്ങൾ ചെയ്യുന്നതായുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ന്യൂസ് 18 ഇപ്പോൾ പുറത്തുവിടുന്നത്.
തീർച്ചയായും ഒരു മലയാളി കുടുംബത്തിന് ഇത്തരത്തിലൊരു തിക്താനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും സംശയങ്ങൾ തോന്നാം. അത് മോഷണ ശ്രമം മാത്രമായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ മോഷണത്തിൻ്റെ ഭാഗമായി പോലും പലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ടാകാം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ആ തരം ദുരൂഹതകൾ എല്ലാമാണ് ഈ അന്വേഷണത്തിലൂടെ മറനീക്കി പുറത്തു വരേണ്ടത്.